ഒരു ദിവസം ഉത്സവ പറമ്പിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തുകൂടി ഒരു കുട്ടി ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി ആ ഐസ്ക്രീം പിടിച്ചു വാങ്ങി ഞാൻ അങ്ങ് കഴിച്ചാലോ എന്ന്. പക്ഷേ അതേ സമയം തന്നെ എനിക്ക് തോന്നി ഐസ്ക്രീം ഞാൻ കഴിക്കാൻ പാടില്ലല്ലോ, ഐസ്ക്രീമിൽ ഒരുപാട് പഞ്ചസാരയൊക്കെ അല്ലേ, എനിക്കിപ്പോൾ തടിയൊക്കെ കൂടി വരികയാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് തടി കൂടും. അതേപോലെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു ഐസ്ക്രീം തട്ടിപ്പറിക്കാൻ പാടില്ല, ഒരു ഐസ്ക്രീം ഞാൻ ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ എനിക്കൊരു തോന്നൽ വരികയാണ്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഈ രണ്ട് തോന്നലുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു കടയിൽ പോയി അവിടെയുള്ള ഐസ്ക്രീം വാങ്ങി ഞാൻ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അറിയപ്പെടുന്നത്. അദ്ദേഹം നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ സൈക്കയെ സ്ട്രക്ചറുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് തുടങ്ങിയാണ് അദ്ദേഹം നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് എനിക്ക് ഐസ്ക്രീം പിടിച്ചു വാങ്ങാൻ തോന്നുന്നതിനെ ഇഡ് എന്ന് നമുക്ക് വിളിക്കാം. അതേപോലെ ഒരിക്കലും ഞാൻ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, ആ കുട്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങി ഐസ്ക്രീം കഴിച്ച ഐസ്ക്രീമിലെ കെമിക്കൽസ് ഒക്കെ എൻ്റെ വയറ്റിലെത്തുമെന്നുള്ള ഹയർ മൊറാലിറ്റിയിലുള്ള എൻ്റെ തോന്നലിനെയാണ് സൂപ്പർ ഈഗോ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ ഇഡിനെയും സൂപ്പർ ഈഗോനെയും, രണ്ട് എക്സ്ട്രീമിലാണല്ലേ ഇഡും സൂപ്പർ ഈഗോ നിൽക്കുന്നത്. അപ്പൊ ഈ രണ്ട് എക്സ്ട്രീമിലുള്ള ഇഡിനെയും സൂപ്പർ ഈഗോനെയും ഒരുമിച്ച് നമ്മളുടെ ഒരു റിയാലിറ്റിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ട്രക്ചർ ഓഫ് സൈക്കയിലെ ഭാഗമാണ് ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈഗോയാണ് എന്നെ എന്തിനു പ്രേരിപ്പിക്കുന്നത്? തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഈഗോയാണ്. അപ്പൊ നമ്മൾ ഇഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ കുട്ടിയെയാണ് നമ്മൾ ഇഡ് എന്ന് പറയാം. നമ്മുടെ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ നമുക്ക് ഇഡ് എന്ന് പറയാം. ഇഡിനെ നമുക്ക് പ്ലഷർ പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതേപോലെ സൂപ്പർ ഈഗോനെ, നമ്മളെല്ലാ മോറൽ വാല്യൂസ് ഒക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന നമ്മുടെ സൂപ്പർ ഈഗോനെ നമ്മൾ മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നാണ് പറയാ. ഈ മൊറാലിറ്റിയെയും അതേപോലെ പ്ലഷറിനെയും ഒക്കെ ഒരുമിച്ച് നമ്മളുടെ ഒരു റിയൽ ലൈഫിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതും ആ റിയാലിറ്റിയിലൂടെ നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നതും റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്ന ഈഗോയാണ്. അപ്പൊ ഈ തരത്തിലാണ് ഫ്രോയിഡ് നമ്മളുടെ പേഴ്സണാലിറ്റിയെ 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുള്ളത്.